സിബി മലയിലെ സംവിധാനം ചെയ്ത ധനം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വന്ന പുതുമുഖ നടിയായിരുന്നു ചാർമിള. പിന്നീട് ജയറാമിൻ്റെ ഒപ്പമുള്ള കേളി, മോഹൻലാലിൻ്റെ ഒപ്പമുള്ള അങ്കിൾ ബൺ, അതുപോലെ തന്നെ കാബൂളിവാല, ഇങ്ങനെ ഒരു പിടി ശ്രദ്ധേയമായ ചിത്രങ്ങൾ. ഇക്കാലത്താണ് അവർ അന്നത്തെ ആക്ഷൻ ഹീറോ ആയിരുന്ന ബാബു ആൻ്റണിയുമായിട്ട് വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് പ്രണയത്തിലാകുന്നതും ചാർമിളയുടെ ഒപ്പം അവരുടെ വീട്ടിൽ തോന്നുന്ന സമയത്തൊക്കെ കയറി ഇറങ്ങി നടന്ന് അവരുടെ പേരൻസ് ബാബു ആൻ്റണിയെ കൊള്ളത്തില്ല, അവനുമായിട്ട് ബന്ധം പാടില്ല എന്ന് ഡോക്ടറായ പിതാവ് പറഞ്ഞിട്ട് പോലും അതിനെയൊന്നും വക വെക്കാതെ, ഇല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മതമൊന്നും നോക്കാതെ ബാബു ആൻ്റണി ആ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുകയും അവസാനം ചാർമിളയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും അതിനുശേഷം ആവശ്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിയുകയും ചെയ്തിട്ട് സുന്ദരമായിട്ട് അമേരിക്കയ്ക്ക് കടന്നു കളഞ്ഞു. ഈ ഒരു സമയത്ത് എല്ലാം തകർന്നു പോയ ചാർമിള ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്തയും നമുക്കറിയാം. പിന്നീട് ചാർമിളയുടെ ജീവിതം മൊത്തത്തോടെ അങ്ങ് തല തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. കുറച്ചു കാലത്തിന് ശേഷം സിനിമയിൽ അവർ സജീവമാകുകയും ചാർമിളയുടെ രണ്ടാം വരവിൽ അവർ ഒരു പിടി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ ഈ രണ്ടാം വരവ് ചാർമിളയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ചതിക്കുഴിയായിരുന്നു എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. കുളിർക്കാറ്റ് എന്ന സിനിമയിലാണ് രണ്ടാം വരവിൽ അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഷക്കീല ആദ്യമായിട്ട് അഭിനയിച്ച മലയാള ചിത്രവും കൂടിയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു പോക്ക് എന്താണ് എന്ന്. പക്ഷേ ചാർമിളയോട് ഇതൊരു ഏപ്പടമാണെന്ന് അവർ പറഞ്ഞില്ല. അത്യാവശ്യം പ്രശസ്തിയിൽ നിന്ന നടിയായതുകൊണ്ട് തന്നെ തനിക്ക് ലഭിക്കുന്നത് നല്ല ഒരു റോളാണ് എന്ന് വിചാരിച്ച് തന്നെയാണ് ചാർമിള ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. എന്നാൽ ആ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിടെ കുറച്ച് ഗ്ലാമറസായ രംഗങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം വരുന്നതുകൊണ്ട് വീണ്ടും ഫീൽഡിലേക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യകതയുള്ളതുകൊണ്ടും കുറച്ചൊക്കെ ഗ്ലാമറസായ രംഗങ്ങളിൽ അഭിനയിക്കാമെന്ന് ചാർമിള സമ്മതം നൽകുകയും ചെയ്തു. എന്നാൽ ചാർമിള പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ചാർമിളയുടെ മാദക സൗന്ദര്യം, ഇല്ലെങ്കിൽ അവരുടെ തുടകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ ഇവർ നല്ലതുപോലെ ഷൂട്ട് ചെയ്യുകയും അത് ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുവരെ സിനിമയിൽ ആരും കാണാതിരുന്ന ചാർമിളയുടെ മനോഹരമായ വെളുത്തു തുടുത്ത തുടയഴകുകൾ കാണുവാനായിട്ട് ആബാലവൃദ്ധം ജനങ്ങൾ, അല്ലെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി. അതോടുകൂടി ആളുകളുടെ മനസ്സിൽ വന്ന ഒരു ധാരണ എന്ന് പറഞ്ഞത്, നല്ല ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നു ബാബു ആൻ്റണി, എല്ലാം അങ്ങനെയൊക്കെ ആയി, ഇനിയിപ്പോൾ ഇവളിനി ചിത്രങ്ങളുടെ നായികയായിട്ട് കിട്ടി. അപ്പോൾ നല്ലൊരു പെണ്ണിനെ പെട്ടെന്നൊരു രതിചിത്ര നായികയായിട്ട് കണ്ടപ്പോഴേക്കും ആളുകൾ ആ ഒരു കണ്ണോടെ ചാർമിളയെ കാണുവാനായിട്ട് തുടങ്ങി. ചിത്രം അത്യാവശ്യം വലിയ വിജയമായിരുന്നു, നമുക്കറിയാമല്ലോ ഷക്കീലയുടെ ഒരു കാര്യം. ഇനി ഇത് കഴിഞ്ഞ് അപ്പോൾ ഒരു ചിത്രത്തിൽ അബദ്ധം പറ്റി, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇനി നായകന്മാരെ ആൾക്കാരൊക്കെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച് വേഷമെടുക്കുകയുള്ളൂ എന്ന് ദൃഢനിശ്ചയം ചെയ്തിരുന്ന ചാർമിളയുടെ മുന്നിലേക്ക് അടുത്ത ഒരു സിനിമ എത്തുകയാണ്. അതിൻ്റെ പേരാണ് മധുരം. ഈ സിനിമയിലാവട്ടെ ഒരു കാലത്ത് ആളുകളുടെയൊക്കെ ഹീറോ ആയിരുന്ന ശങ്കറായിരുന്നു നായകൻ. സ്വാഭാവികമായിട്ടും ശങ്കർ അഭിനയിക്കുന്ന ചിത്രമൊന്നും ഏപ്പടമായിരിക്കില്ല എന്ന് നിങ്ങൾക്കും നമുക്കൊക്കെ അറിയാം. അങ്ങനെ ശങ്കർ നായകനായ ചിത്രമായതുകൊണ്ട് തന്നെ ചാർമിള ഈ ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിച്ചു. പക്ഷേ ഇവിടെ ഇവർ ചെയ്തത് വല്ലാത്തൊരു ചതിയായിരുന്നു. ശങ്കറിനെയും ചാർമിളയും ഇവർ ഒരുപോലെ ചതിച്ചു. അതായത് നായകന്മാരായ ഇവരുടെ രംഗങ്ങൾ വളരെ കുറച്ച് മാത്രമേ സിനിമയിൽ ഉൾപ്പെടുത്തിയുള്ളൂ. എന്നിട്ട് രതിരംഗങ്ങളാൽ സമ്പുഷ്ടമായ ഒരു സിനിമ ഇവർ പുറത്തിറക്കി. അക്കാലത്തെ പ്രശസ്ത അല്ലെങ്കിൽ ബി ഗ്രേഡ് ചിത്രങ്ങളിലെ നായികമാരായിരുന്ന രേഷ്മ, സിന്ധു, സജിനി, ഇങ്ങനെ തുടങ്ങിയ പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് സിനിമ പിടിക്കുകയും അവരുടെ രതിരംഗങ്ങളും ശരീരമൊക്കെ കാണാൻ മാത്രമുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ കുത്തിത്തിരിയും. എന്നിട്ട് നായകനും നായികയായിട്ട് പാവം ശങ്കറിനെ ചാർമിളയും വെച്ചു. ഇതോടുകൂടി ചാർമിളയുടെ കരിയർ മൊത്തം തകർന്നു. കാരണം
ഒരു സിനിമയിൽ അബദ്ധം പറ്റി അഭിനയിച്ചു, ഇനി അടുത്തത് അഭിനയിക്കില്ല എന്ന് ഓർക്കുമ്പോൾ ഇതേ മൊത്തം ഒന്നാന്തരം ഏപ്പടം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ശങ്കറിനോട് ആളുകൾ ചോദിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ചിത്രത്തിൽ നിങ്ങൾ അഭിനയിച്ചതെന്ന് ചോദിക്കുമ്പോൾ പ്രതിഫലം വാങ്ങി ഒപ്പിട്ട് കൊടുത്തു, ഏപ്പടമാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇത് ഈ സിനിമ ഫീൽഡിലുള്ള കുഴപ്പമാണ്. അങ്ങനെ പല നടന്മാർക്കും നടിമാർക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ശങ്കറിനെയും ചാർമിളയെയും വീണ്ടും പടത്തിൽ ഇവർ കുരുക്കി ശരിക്കും പെട്ടുപോയി. ചാർമിളയുടെ കരിയർ അവസാനിച്ചു. ഇതിനിടയ്ക്ക് നമുക്കറിയാം ചാർമിളയെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നിലേറെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതെല്ലാം തന്നെ പരാജയമായിരുന്നു. ചെന്ന ആണുങ്ങളൊക്കെ ഒന്നുകിൽ അവരുടെ പൈസ അടിച്ചുകൊണ്ട് പോയി, കുറേ നല്ലൊരു സുന്ദരിയായ പെണ്ണിനെ ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വലിച്ചെറിയുന്ന പരിപാടിയാണ് ചാർമിളയുടെ ഒപ്പം ജീവിക്കാൻ ചെന്ന ആളുകളൊക്കെ ചെയ്തത്. അത് കിഷോർ സത്യ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവരെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തികൾ വരെ ചാർമിളയെ പ്രണയത്തിൽ ഉരുക്കി വിവാഹം കഴിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്തു. അവസാനം വിക്രമാദിത്യൻ എന്ന ഒരു സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു മോനൊക്കെ ഉണ്ട്. ഇവർ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ച് കാലങ്ങളിലൊക്കെ ഏതൊക്കെയോ തമിഴ് സീരിയലിലൊക്കെ മുഖം കാണിച്ചുവെങ്കിലും പിന്നീട് അത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വന്നില്ല. സത്യത്തിലെ ബാബു ആൻ്റണി ആ സ്ത്രീയോട് ചെയ്ത് വലിയൊരു ചതിയാണ്. എന്നിട്ട് അടുത്ത കാലത്ത് വന്ന് പറഞ്ഞാൽ തന്നെ അതിൽ കുരുക്കിയിടാൻ അവർ ശ്രമിച്ചു. അടുത്തിടെ ബാബുവിനോട് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയായിരുന്നു. എല്ലാത്തിനെയും ന്യായീകരിച്ചു വിശുദ്ധനാകാൻ വേണ്ടിയിട്ട്. എന്നതാണ്, അയാളുടെ അനുവാദമില്ലാതെ കല്യാണം റിസപ്ഷൻ ഇന്ന ഹോട്ടലിൽ വെച്ച് നടത്തുവാണെന്നും പറഞ്ഞ സംഭവം അടിച്ചിറക്കിയെന്ന്. ഇതൊന്നുമല്ല, ലാസ്റ്റ് ടൈമിലാണ് ബാബു ആൻ്റണിയുടെ വീട്ടുകാരൊക്കെ അറിയുന്നത്. ഇങ്ങനെയാണ് ഇവൻ കല്യാണം കഴിക്കാൻ പോവുക, ഇന്ന നടിയാണ് എന്ന് കേട്ടപ്പോഴത്തേക്കും ബാബു ആൻ്റണിയുടെ ചേട്ടന് തമ്പി ആൻ്റണിക്ക് ഈ ബന്ധമൊന്നും ഇഷ്ടമായിരുന്നില്ല. മാത്രമല്ല അയാൾക്ക് മലയാളികളൊന്നും പറ്റത്തില്ല. സഹോദരനെ കൊണ്ട് അമേരിക്കയിൽ വലിയ സെറ്റിലാക്കി വലിയ സംഭവമാക്കണം എന്നായിരുന്നു ധാരണ. അങ്ങനെ നിന്ന് അപ്പോൾ അയാളുടെ നിർബന്ധം കൊണ്ട് രായ്ക്ക് രാമാനം ചാർമിളയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. ഇല്ലെങ്കിൽ ആ കല്യാണം നടക്കുമെന്ന് മനസ്സിലായപ്പോൾ ചേട്ടൻ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണ്. അവസാനം എന്തായി, കുറേ കാലം അവിടെയൊക്കെ ജീവിച്ചു കഴിഞ്ഞിട്ട് ഒരു മദാമ്മേനെ കിട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ചാർമിളേനെ മദാമ്മേനെ നോക്കിയാൽ ചാർമിള എത്ര സുന്ദരിയായിരുന്നു അല്ലേ. എന്തായാലും ആ ഒരു പെൺകൊച്ചിൻ്റെ ജീവിതം നല്ല രീതിയിൽ അങ്ങ് തൊലച്ചു കൊടുത്തു. ഈ ചതിയുടെ ഒരു ബാക്കി പത്രമാണ് പോകെ പോകെ ബാബു ആൻ്റണിക്ക് മലയാള സിനിമയിൽ അവസരമില്ല. ഇത് കർമ്മയായിട്ട് കൂട്ടിയാൽ മതി. എത്രമാത്രം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ചാർമിളയോട് ചെയ്ത ചതി അന്യായമായിരുന്നു. അവരുടെ ജീവിതം പോയി, കരിയർ പോയി, സാമ്പത്തിക ഭദ്രത പോയി, എല്ലാം കൊണ്ടും ആ പെൺകുട്ടി നശിച്ച് നാറാണക്കിലെടുത്തു.